ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിസ്മസ് ആ ഒരു ടൈമിലൊക്കെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് തിരക്കൊക്കെ ആയത് കാരണം അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ ഡിസംബർ 29 അനിയൻ്റെയും വൈഫിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ തലേദിവസം പോയിരുന്നു വീട്ടിലോട്ട്. അപ്പോൾ അനിയൻ തലേദിവസം എന്നെയും മക്കളെയും വന്ന് വിളിച്ചുകൊണ്ട് പോയായിരുന്നു. ഹസ്ബൻഡ് രാത്രിയാണ് വന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് അമ്മുവിന് ഞണ്ട് കഴിക്കാനായിട്ടൊരാഗ്രഹം. അമ്മു അനിയൻ്റെ വൈഫാണ് കേട്ടോ. ഫുൾ നെയിം വിനീത എന്നാണ്, ഞങ്ങൾ അമ്മു എന്നാണ് വിളിക്കുന്നത് വീട്ടിൽ. അപ്പോൾ അമ്മു പറഞ്ഞു ഞണ്ട് വാങ്ങാമെന്ന്. അപ്പോൾ അവിടെ അടുത്തൊന്നും ഞണ്ടുള്ളതായിട്ട് കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ പെരുമാതുറ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു യൂബർ ഓട്ടോയൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാനും അമ്മുവും ഇഷാനും ഐഷുവും കൂടെ ഓട്ടോയിൽ കയറി. അനിയനും ആച്ചും കൂടി ബൈക്കിലാണ് വന്നത്. അപ്പോൾ അത് അമ്മ വരുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഓട്ടോയിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 മണിയായി ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒക്കെ ഇറങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ കണിയാപുരത്തേക്കാണ് ഇപ്പോൾ ആദ്യം പോകുന്നത്. ഇവിടെ പോണേ തക്കടു അയ്യോ ശരി. ഐഷോടെ പോണേ. ഇപ്പോൾ പെരുമാതുറ ബീച്ചിൽ ഞാൻ പോയിട്ടില്ല കേട്ടോ. അത് പൊഴിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അമ്മ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അപ്പോൾ അവളാണ് പറഞ്ഞത് കായലും കടലും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ മീനുണ്ടോയെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് പോകുന്നത്. ഓൾറെഡി മണി 4 കഴിഞ്ഞിരുന്നു. അപ്പോൾ മീൻ കിട്ടുമോയെന്നും ഒന്നും അറിയില്ല. അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. ഞങ്ങൾ കണിയാപുരം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പെരുമാതുറ ബീച്ചിലേക്കുള്ള ബസ് കയറണം. അപ്പോൾ അനിയൻ ഓൾറെഡി അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പം മോനെ ഞങ്ങൾ അവൻ്റെ കൂടെ ആക്കിയിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി, ഐഷുവും ഞാനും അമ്മുവും കൂടെ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി നമുക്ക് പെരുമാതുറ ബീച്ചിലേക്ക് പോകണം. ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഐഷു വണ്ടിയിലിരുന്ന് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി ബസ്സിലിരുന്നിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു സൂപ്പർ വൈബാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ആണ് അവിടെ പോകുന്നത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്, കാണാനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പോൾ ഒരു ചേച്ചി അവിടെ റോഡിലിരുന്നിട്ട് കക്ക വിൽക്കുന്നുണ്ടായിരുന്നു. കക്ക എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത്രയും വലിയ കക്ക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാ അപ്പോൾ ഇതാണ് മുതലപ്പൊഴി. ഇവിടെ ധാരാളം മുതലകൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഇപ്പോഴല്ല, പണ്ടായിരിക്കും. പിന്നെ ഇതായത് കണ്ടില്ലേ, കടലും കായലും കൂടെ ചേരുന്നൊരു സ്ഥലമാണ് പെരുമാതുറ ബീച്ച്. കണ്ടില്ലേ, അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് കടലും ഇപ്പുറത്തെ സൈഡ് കായലുമാണ്. അപ്പോൾ ഈവനിങ് ഇവിടെ വന്ന അടിപൊളി വൈബാണ് കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. പക്ഷേ ഇവിടുത്തെ ബീച്ചിൽ വന്നിട്ട് വെട്ടവും വെളിച്ചമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് നല്ല ഇരുട്ടത്താണ് നിന്നത്. പിന്നെ കുട്ടികൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് കളിക്കാതെ ഒന്നും വരാനും പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ബീച്ചിൽ കളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഇരുട്ടത്തിരുന്നാണ് പിള്ളേർ കളിച്ചത് കേട്ടോ. പിന്നെ ഇതാ ഈ വഴിയൊക്കെയാണ് ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ മെയിൻ ഇൻറ്റൻഷൻ മീനാണെങ്കിലും അവിടെ ഒന്നും മീൻ കണ്ടില്ല. 2 ചേച്ചിമാർ മാത്രം അവിടെ അയല മീൻ വച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം വാങ്ങണ്ടാന്ന്. പിന്നെ മീനിന് വേണ്ടിയാണല്ലോ ഇത്രയും ദൂരം വന്നതെന്ന് ഓർത്തപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ മീൻ വാങ്ങിച്ചു കേട്ടോ. എന്താ വാങ്ങിച്ചെന്ന് അവസാനം കാണിക്കാം.
അപ്പോൾ ഇതാ ഞങ്ങൾ ഈ ബീച്ചിൻ്റെ ഈ സൈഡിലോട്ട് ഇങ്ങനെ നടന്ന് വരുന്നുണ്ടേ. അപ്പോൾ ഇതാ അനിയനും പിള്ളേരുമായിട്ട് ഇതോടെ നിൽപ്പുണ്ട്. കേട്ടോ, ആച്ചു നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഓടി വന്ന് അവിടെ വീണ്. ഇത് തന്നെയാണ് ആച്ചുവിൻ്റെ പണി. ഇതാ ഇഷാൻ ആച്ചുവിൻ്റെ മറ്റൊരു വേർഷനാണ് പുള്ളിക്കാരൻ. ആച്ചു എന്താണോ കാണിക്കുന്നത് സെയിം തന്നെയാണ് ഇഷാനും കാണിക്കുന്നത്. അങ്ങനെ ഇതാ ആച്ചു പിന്നെ അവിടെ കിടപ്പായിട്ടുണ്ട്. പിന്നെ പിള്ളേർ ഇതാ ഇരുട്ടത്തിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അവിടെ തീരെ വെളിച്ചമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വെളിച്ചമൊന്നുമില്ല. അവിടെ നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ ഇച്ചിരി നേരമൊക്കെ അവിടെ നിന്ന് കളിച്ചു കേട്ടോ പിള്ളേർ. അപ്പോൾ കളിച്ചൊക്കെ തളർന്ന ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വെളിച്ചമൊക്കെ ഉണ്ട്. നമ്മൾ കയറുന്ന ഭാഗത്തൊക്കെ ബീച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ വെളിച്ചമില്ല. അപ്പോൾ ഇവിടെ വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചായയും സമോസയും ഒക്കെ കഴിച്ചു. പിള്ളേർ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചിനി വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അമ്മൂന് വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചൊരു സീ ഫുഡ് ലഞ്ച് വേണമെന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ അതിനാണ് ഞങ്ങൾ ഈ ഞണ്ട് വാങ്ങാനായിട്ട് വന്നത്. പക്ഷേ ഞണ്ട് കിട്ടിയില്ല. അങ്ങനെ അമ്മൂന് ഭയങ്കര വിഷമമായി. ഞണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്. അപ്പോൾ അവൾക്ക് വിഷമമായി. പിന്നെ കിട്ടിയതൊക്കെ വാങ്ങിക്കൊണ്ട് പോകാമെന്നുള്ള ഐഡിയയിൽ ഞങ്ങൾ അവിടെ നിന്ന് മീൻ വാങ്ങി കേട്ടോ. അതായത് ഈ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് 200 രൂപയ്ക്ക് നല്ല ഫ്രഷ് അയലായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ പോകാൻ ബസ്സിൽ കയറിയപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് കണിയാപുരം മാർക്കറ്റിലും കൂടെ ഒന്ന് കയറാം, അവിടെയും കൂടെ നോക്കാമെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും നമുക്ക് ഞണ്ടൊന്നും കിട്ടിയില്ല കേട്ടോ. പകരം വേറെ 2-3 സാധനങ്ങൾ കിട്ടി. പക്ഷെ അവസാനം അമ്മൂൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു അടിപൊളി സീ ഫുഡ് ലഞ്ചൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത ഉടനെ തന്നെ ഞാൻ ഇടാം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം. ബൈ.